ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മധുരം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമോ? കുറവായിരിക്കും അല്ലേ? എല്ലാവർക്കും, ഈവൻ ജനിക്കുന്ന കുട്ടികൾ മുതൽ തന്നെ എല്ലാ പ്രായത്തിലുള്ളവർക്കും മധുരം ഇഷ്ടമാണ്. പക്ഷേ മധുരം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരല്പം ടെൻഷനാണ്. ഒന്ന് വണ്ണം വയ്ക്കും, പിന്നെ ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്, പിന്നെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞുകൂടാം, ഫാറ്റി ലിവർ പ്രശ്നമുണ്ടാകാം, അങ്ങനെ പല കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് മധുരം കഴിക്കുകയും വേണം, എന്നാൽ നമുക്ക് ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും പാടില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മധുരം താരതമ്യേന കുഴപ്പമില്ല, കഴിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന മറ്റു പല മധുരങ്ങളുടെയും പുറകെ പോകും. ഉദാഹരണത്തിന് ശർക്കര, പനഞ്ചക്കര, തേന്, അതേപോലെ തന്നെ ഡേറ്റ് ഷുഗർ, കോക്കനട്ട് ഷുഗർ, ഇങ്ങനെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന മധുരത്തിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്നിട്ടുള്ള പല മാർഗ്ഗങ്ങൾ നമ്മൾ തേടി നടക്കുകയും ചെയ്യും. ഇപ്പോൾ മധുര തുളസി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കൃത്രിമമായി മധുരം തോന്നിക്കുന്ന ചില കെമിക്കലുകൾ, രാസവസ്തുക്കൾ, ഇതെല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന് കാരണം നമുക്ക് മധുരത്തിനോടുള്ള അടങ്ങാത്ത ഒരു ടെൻഡൻസി കൊണ്ടാണ്. പലരും ഡോക്ടർമാരോട് ചോദിക്കാറുണ്ട്, ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാത്ത ചായയിലൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റുന്ന മധുരം ഏതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മധുരങ്ങൾ, അത് പഞ്ചസാര ആയിക്കോട്ടെ, ശർക്കര, കരുപ്പട്ടി, തേൻ, ഇതിലേതാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ നല്ലത്, ഏതാണ് നിങ്ങൾ കഴിക്കേണ്ടത്, പ്രമേഹ രോഗമോ കൊളസ്ട്രോളോ ഉള്ളവർ ഏത് മധുരം ഉപയോഗിക്കണം എന്ന് വിശദീകരിക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഞ്ചസാര എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. സൂക്രോസ് എന്ന് പറഞ്ഞാൽ 50% ഗ്ലൂക്കോസും 50% ഫ്രക്ടോസും, ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു മധുരമാണ് നമ്മൾ സൂക്രോസ് അഥവാ പഞ്ചസാര എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മധുരം ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം എന്ന് ആദ്യമായി ലോകത്ത് കണ്ടുപിടിച്ചതും ഇത് ആദ്യമായി കരിമ്പിൽ നിന്നും മധുരം ഉണ്ടാക്കി തുടങ്ങിയതും നമ്മൾ ഇന്ത്യക്കാരാണ്. ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഭാരതീയരാണ് ഇതിന് തുടക്കമിട്ടത്. അതിനുശേഷം കൊളംബസ് അമേരിക്കയിൽ ഈ കരിമ്പിനെ കൊണ്ടുപോയി നടുകയും കരിമ്പിൽ നിന്നും എങ്ങനെ പഞ്ചസാര നിർമ്മിക്കാമെന്ന് പിന്നെ കാലങ്ങൾ കൊണ്ട് വ്യാവസായികമായിട്ട് ഇത് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന ഒരു രൂപം വരികയും ചെയ്തു. പഞ്ചസാര അഥവാ സൂക്രോസിനകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒരേ അളവിലാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന അന്നജമില്ലേ, അരി, അതേപോലെ ഗോതമ്പ്, ഇവയ്ക്കകത്തെല്ലാം തന്നെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവാണ് കൂടി നിൽക്കുന്നത്. എന്നാൽ പഴവർഗ്ഗങ്ങൾക്കകത്ത് ഗ്ലൂക്കോസിനേക്കാൾ ഫ്രക്ടോസിൻ്റെ അളവാണ് കൂടി നിൽക്കുന്നത്. പഞ്ചസാരക്കകത്ത് ഏകദേശം 100% സൂക്രോസ് ഉണ്ടെന്ന് നമുക്ക് പറയാമെങ്കിൽ ശർക്കരയ്ക്കകത്ത് ഏകദേശം 88% സൂക്രോസിൻ്റെ അളവ് ഉള്ളത്. അതായത് പഞ്ചസാരയിലുള്ളതിൻ്റെ തൊട്ട് താഴെ തന്നെ സൂക്രോസിൻ്റെ അളവ് ശർക്കരയ്ക്കകത്തും അടങ്ങിയിട്ടുണ്ട്. പനഞ്ചക്കരയ്ക്കകത്ത് അഥവാ കരുപ്പട്ടിക്കകത്ത് 85% ഈ സൂക്രോസിൻ്റെ അളവ് എന്ന് പറയുന്നത്. എന്നാൽ തേനിനകത്താണെങ്കിൽ മിക്സഡ് ഫോമിലാണ് മധുരം അടങ്ങിയിട്ടുള്ളത്. അതായത് അതിനകത്ത് സൂക്രോസിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 20%-ലും താഴെയാണ് സൂക്രോസ് ഉള്ളത്. ബാക്കി അതിനകത്ത് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ്. ഗ്ലൂക്കോസ് ഇതിനകത്ത് ഏകദേശം 40%-ന്റെ അടുത്ത് വരെ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. ബാക്കി ഇതിനകത്തുള്ളത് മുഴുവൻ ഫ്രക്ടോസ് ആണ്. ഏകദേശം 50%-ഓളം ഈ തേനിനകത്തുള്ളത് ഫ്രക്ടോസ് ആണ്. ഇനി ഇതിനകത്ത് ഏത് ഷുഗറാണ്, ഏത് തരം മധുരമാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലത് എന്നുള്ളത് പറയാം. നമ്മൾ എങ്ങനെയാണിത് നല്ലതെന്ന് പറയുന്നത്, നമ്മൾക്ക് മധുരം കിട്ടുകയും വേണം, എന്നാൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഊർജ്ജത്തിൻ്റെ, കാലറിയുടെ അളവ് കുറഞ്ഞിരിക്കുകയും വേണം. എന്നാൽ പഠനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പഞ്ചസാരക്കകത്തും ശർക്കരയ്ക്കകത്തും ചക്കരയ്ക്കകത്തും, അതായത് പനഞ്ചക്കരയ്ക്കകത്തും എല്ലാം തന്നെ ഏകദേശം ഒരേ അളവിലുള്ള മധുരം, കാലറി തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഒരു ചെറിയ ഒരു യൂണിറ്റ്, ഒരു 1 ഔൺസ് പഞ്ചസാരയ്ക്കകത്ത് ഏകദേശം 77 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അതേ അളവ് തന്നെ നമ്മൾ ശർക്കര എടുത്തു കഴിഞ്ഞാൽ ശർക്കരയിൽ 76 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അതേ അളവ് തന്നെ നമ്മൾ പനഞ്ചക്കര അഥവാ കരിപ്പട്ടി എടുത്താൽ അതിനകത്ത് 75 കാലറി ഊർജ്ജമാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് 3 ഏകദേശം ഒരേ അളവാണെന്ന് പറയാൻ സാധിക്കും. എന്നാൽ തേനിനകത്ത് നമ്മൾ ഈ 3ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഊർജ്ജത്തിൻ്റെ അളവ്, കാലറിയുടെ അളവ് അല്പം കുറവാണെന്ന് പറയാം. അതായത് നമ്മൾ എടുത്ത പഞ്ചസാരയുടെ അതേ അളവ് തേൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 65 കാലറി മാത്രമാണ് ഊർജ്ജം അടങ്ങിയിട്ടുള്ളത്. ഒരു ചെറിയ വ്യത്യാസം തേനിനുണ്ട്. പക്ഷേ അതിനകത്ത് പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ മധുരം കഴിക്കുമ്പോൾ നമുക്ക് മധുരം ഫീൽ ചെയ്യിക്കാൻ, അതായത് നമ്മൾ ഒരു ഭക്ഷണത്തിൽ ഈ മധുരം പഞ്ചസാരയോ ശർക്കരയോ തേനോ എല്ലാം ചേർക്കുന്നത് എന്തിനാണ്? നമുക്ക് രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ? രുചി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എത്ര അളവ് ഇവ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുക്കുന്നു. ചായക്ക് നമുക്ക് മധുരം കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കും. എന്നാൽ നമുക്ക് ഇതേ രുചി തന്നെ ചായക്ക് കിട്ടാൻ വേണ്ടി ശർക്കര ഈ 2 ടീസ്പൂൺ ചേർത്താൽ പോരാ, 3-4 ടീസ്പൂൺ ശർക്കര ചേർക്കണം. കരിപ്പട്ടി അഥവാ പനഞ്ചക്കര ഇതേപോലെ 4 ടീസ്പൂൺ തന്നെ ചേർക്കേണ്ടി വരും. എന്നാൽ തേന് നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര ചേർത്തതിൻ്റെ ഇതേ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 5 ടീസ്പൂണെങ്കിലും തേന് ചേർക്കണം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഈ കഴിക്കുന്ന
മധുരങ്ങളിൽ വെച്ച് നമുക്ക് രുചി ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ശർക്കരയ്ക്കും പനഞ്ചക്കരയ്ക്കും തേനുമെല്ലാം തന്നെ നമ്മൾ അല്പം കൂടുതൽ അളവ് ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഊർജ്ജത്തിനേക്കാൾ കൂടുതൽ അളവ് ഊർജം അല്ലെങ്കിൽ മധുരം നമുക്ക് ഈ തേനിലൂടെയും ചക്കരയിലൂടെയും കരിപ്പട്ടിയിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. നമുക്ക് രുചി കിട്ടാൻ കൂടുതൽ അളവ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാലറി ലെവൽ കൂടുതലായിരിക്കും. ഷുഗർ ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ കൂടി വരും. അതേപോലെ കൊളസ്ട്രോളും വണ്ണം കൂടാനും എല്ലാം കാരണമാകും. ഇതാണ് സാധാരണ ഈ 3 അല്ലെങ്കിൽ 4 ഐറ്റം മധുരവും ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അമേരിക്കയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളുണ്ട്. അതായത് പലതരം മധുരത്തിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള പഠനത്തിൽ അവരുപയോഗിച്ചത് പഞ്ചസാര ഉപയോഗിച്ചു, ശർക്കര, തേന്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഇങ്ങനെ 4 മധുരങ്ങൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ളൊരു പഠനത്തിൽ ഈ 4 ഉപയോഗിച്ച മനുഷ്യരിൽ കണ്ടിട്ടുള്ള ഷുഗർ ലെവല്, അതേപോലെ കൊളസ്ട്രോൾ ലെവല്, ട്രൈഗ്ലിസറൈഡ് ലെവല്, ഈ വണ്ണത്തിൻ്റെ ഫാറ്റിൻ്റെ ലെവൽ എല്ലാം തന്നെ ഒരേപോലെ കൂടുന്നതായിട്ട് കണ്ടു. അതായത് ഒരു ഘടകത്തിന്, ഒരു തരം മധുരത്തിന് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. 4ഉം ഒരേ അവസ്ഥയിൽ തന്നെയാണ് കണ്ടെത്തിയത്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു മധുരങ്ങളിലും. ഉദാഹരണത്തിന് ഇന്ന് പലരും ഈന്തപ്പഴത്തിൽ നിന്നും എടുക്കുന്ന ഡേറ്റ്സ് ഷുഗർ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഡേറ്റ്സിനെ നന്നായിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരുതരം ഷുഗറാണ് ഇത്. സാധാരണ വെള്ളത്തിൽ അരിയില്ല, നമുക്ക് കഴിക്കുമ്പോൾ ഒരു മധുരം ഫീൽ ചെയ്യാനായിട്ട് മധുര പലഹാരങ്ങൾ ചേർക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ തെങ്ങിൻ്റെ കള്ളിൽ നിന്നും എടുക്കുന്ന മധുരമുണ്ട്, അത് ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നുണ്ട്. അതിനെല്ലാം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ അതേ ഊർജം തന്നെയാണ് ഇവയ്ക്കെല്ലാം ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, മറ്റൊരു വാദം എന്തെന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്ന് പറയുന്നത് വെറും എംറ്റി കാലറി മാത്രമാണെന്നും നമ്മൾ ശർക്കരയോ അല്ലെങ്കിൽ പനഞ്ചക്കര, കരിപ്പട്ടിക്കകത്തോ എല്ലാം തന്നെ കൂടുതൽ മറ്റു മിനറൽസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. ഇവയ്ക്കകത്ത് കുറച്ച് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മിനറൽസ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഉയർന്ന അളവിൽ ഈ ശർക്കരയോ പനഞ്ചക്കരയോ എല്ലാം കഴിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ശർക്കരയ്ക്കകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഊർജ്ജം എത്തിക്കുന്നതിന് സഹായിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു ഏത്തപ്പഴത്തിൽ നിന്നും കിട്ടുന്ന അത്രയും പൊട്ടാസ്യം നമ്മൾ ശർക്കരയിൽ നിന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര ഒരു ഏത്തപ്പഴത്തിൽ കഴിക്കുന്നതിന് പകരം നമ്മളൊരു 1.5 കിലോ ശർക്കര അറ്റ് എ ടൈം കഴിക്കണം. അതായത് നമ്മൾ 1-2 ടീസ്പൂൺ ശർക്കര എടുത്താൽ അതിനകത്ത് മിനറൽസിൻ്റെ അളവ് വളരെ കുറവാണ്, വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശർക്കരയ്ക്കും ഈ കരിപ്പട്ടിക്കും എല്ലാം തന്നെ ഈ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മൊളാസസിൻ്റെ അളവാണ്. മൊളാസസ് എന്ന് പറയുന്നത് ഒരു വളരെ ബ്രൗൺ കളറിലുള്ള ഒരു വസ്തുവാണ്. ഈ മൊളാസസിനെ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നീക്കം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതാണ് ഈ വൈറ്റ് ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര. അതുകൊണ്ട് തന്നെ മധുരത്തിൻ്റെ ഊർജത്തിൻ്റെ അളവിൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏത് കഴിച്ചിരുന്നാലും നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജമെത്തും. ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ബെനിഫിറ്റ് കിട്ടും എന്ന് വിചാരിച്ച് പ്രമേഹ രോഗികളോ കൊളസ്ട്രോൾ പ്രോബ്ലം ഉള്ളവരോ അമിതവണ്ണമുള്ളവരോ പഞ്ചസാര മാറ്റി പകരം തേനോ ശർക്കരയോ കഴിക്കരുത്. ഏത് മധുരവും, അത് പഞ്ചസാര ആയിക്കോട്ടെ, ശർക്കര ആയിക്കോട്ടെ, തേനായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിന് ഗുണകരമോ ദോഷകരമോ ആവുന്നത് അവയുടെ അളവിലാണ്. നമ്മളൊരു ചെറിയ അളവാണ് ശർക്കരയോ പഞ്ചസാരയോ കരിപ്പട്ടിയോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈവൻ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പോലും വലിയ മാരകമായിട്ടുള്ള പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ചെറിയ അളവിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രമേഹ രോഗം ഇല്ല എന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ കുറവാണെങ്കിൽ, അമിതവണ്ണമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ പഞ്ചസാരയോ തേനോ ശർക്കരയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള മധുരം, അതായത് ഒരു അഡിറ്റീവ് ഷുഗേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കി ശീലിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. കാരണം പ്രമേഹ രോഗമുള്ളവർക്ക് ഇത്തരത്തിൽ മധുരം ചെന്നാൽ അത് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് അവരുടെ ശരീരത്തിൽ കുറവാണ്. അമിതവണ്ണമുള്ളവർക്ക് മധുരം ചെല്ലുന്നത് കൂടുതൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ശരീരത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യാനും വണ്ണം കൂടാനും കരളിനെല്ലാം ഓവർ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാനും കാരണമാകും. അപ്പോൾ ഏതുതരം മധുരമാണ് ആരോഗ്യത്തിന് നല്ലതെന്നും ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് മലയാളികൾക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം.